നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡീസ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയതോടെ രണ്ടാം ദിനവും പ്രവാസികൾക്ക് ദുരിതം. UAE ഇന്ത്യ സെക്ടറിൽ സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ 20ഓളം വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് വിവരം. എയർ ഇന്ത്യ ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും ഷെഡ്യൂളുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ എപ്പോൾ പുനഃസ്ഥാപിക്കും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും കോഴിക്കോട് നിന്ന് അല്ലൈനിലേക്കുമുള്ള സർവീസും റാസൽ ഖൈമയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസും ഉൾപ്പെടെ നിരവധി സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. സർവീസുകൾ റദ്ദാക്കിയതോടെ വിമാനത്താവളങ്ങളിൽ നിരവധി പേർ കുടുങ്ങി. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വിസിറ്റ് വിസ കാലാവധി തീരുന്ന കുടുംബങ്ങളും ഇവരിലുണ്ട്. എയർപോർട്ടിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ഒരാൾ പോലുമില്ലാത്ത അവസ്ഥയാണെന്നും യാത്രക്കാർ പറയുന്നു. മീഡിയ 1 ദുബൈ. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സൗദി സെക്ടറിൽ നിന്നുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി. മെയ് 12-ാം തീയതി വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. റിയാദ്, ദമ്മാം, ജിദ്ദ സെക്ടറുകളിൽ നിന്നും കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൗദിയിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കിയതായി വിമാന കമ്പനി അറിയിച്ചു. റിയാദ്, ദമാം, ജിദ്ദ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. കോഴിക്കോട്, കണ്ണൂർ സെക്ടറുകളിലേക്കുള്ള സർവീസുകളാണ് ഇതോടെ നിലച്ചത്. മെയ് 12 വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 9-നുള്ള കോഴിക്കോട് റിയാദ്, റിയാദ് കോഴിക്കോട് സർവീസുകളും മെയ് 12-നുള്ള കണ്ണൂർ റിയാദ്, റിയാദ് കണ്ണൂർ സർവീസുകളും റദ്ദാക്കിയവയിൽ പെടും. ദമാമിൽ നിന്നും മെയ് 9-നുള്ള കണ്ണൂർ ദമാം, ദമാം കണ്ണൂർ സർവീസും മെയ് 10-നുള്ള കോഴിക്കോട് ദമാം സർവീസും മെയ് 11-നുള്ള ദമാം കോഴിക്കോട്, കണ്ണൂർ ദമാം, ദമാം കണ്ണൂർ സർവീസുകളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കി. ജിദ്ദയിൽ നിന്നുള്ള മെയ് 9 കോഴിക്കോട് ജിദ്ദ, ജിദ്ദ കോഴിക്കോട് സർവീസും മെയ് 12-നുള്ള കണ്ണൂർ ജിദ്ദ, ജിദ്ദ കണ്ണൂർ സർവീസുകളും കോഴിക്കോട് ജിദ്ദ, ജിദ്ദ കോഴിക്കോട് സർവീസുകളും റദ്ദാക്കിയതായും കമ്പനി വ്യക്തമാക്കി. ജീവനക്കാരുടെ സമരത്തെ തുടർന്നുണ്ടായ സർവീസ് മുടക്കത്തിൽ സൗദിയിൽ നിരവധി പ്രവാസികളാണ് പ്രതിസന്ധിയിലായത്. അവസാന നിമിഷം യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നത് പലർക്കും വലിയ സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കിയിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ബഹ്റൈനിൽ നിന്ന് നാളെ കോഴിക്കോടേക്ക് പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കി. ഇന്ന് രാത്രി 9:40 പുറപ്പെടേണ്ടിയിരുന്ന ബഹ്റൈൻ കണ്ണൂർ സർവീസും നേരത്തെ റദ്ദാക്കിയിരുന്നു. ലഭ്യമായ അടുത്ത വിമാനത്തിലേക്ക് ടിക്കറ്റ് റീബുക്ക് ചെയ്യാനോ മുഴുവൻ റീഫണ്ട് നേടാനോ യാത്രക്കാർക്ക് ട്രാവൽ ഏജൻസിയുമായോ എയർ ഇന്ത്യ ഓഫീസുമായോ ബന്ധപ്പെടാം. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് ചരക്കുകപ്പലിലെ 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. വൈകുന്നേരത്തോടെ ഇവർ ഇറാനിൽ നിന്ന് പുറപ്പെട്ടു. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അരവിന്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, വിശദാംശങ്ങൾ. അനീഷ, ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ കൂടിയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. ഇവർ നാട്ടിലേക്ക് പുറപ്പെട്ടതായി ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ കപ്പലിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ മാസം 13-നാണ് MSC ഏരീസ് എന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. ഒരു വനിത ഉൾപ്പെടെ 25 ജീവനക്കാർ ഈ കപ്പലിലുണ്ടായിരുന്നു. ഇതിൽ 4 മലയാളികളടക്കം 17 പേരും ഇന്ത്യക്കാരായിരുന്നു. എന്തായാലും ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുമായുള്ള കരാറുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യ വക്താവ് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് 5 ഇന്ത്യൻ ജീവനക്കാരെ കൂടി ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. നാളെ തന്നെ ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ബാക്കിയുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അനീഷ്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഹജ്ജിനായി ഇന്ത്യൻ ഹാജിമാരുടെ സംഘങ്ങൾ മദീനയിലെത്തി. ഈ വർഷത്തെ ആദ്യമെത്തുന്ന സംഘവും ഇന്ത്യക്കാരാണ്. ഹജ്ജ് സീസൺ തുടങ്ങിയതോടെ മുഴുവൻ സൗദി മന്ത്രാലയങ്ങളും ഏകോപനത്തോടെ പ്രവർത്തനം തുടങ്ങിയെന്ന് സൗദി ഗതാഗത മന്ത്രി മദീനയിൽ മീഡിയ 1-നോട് പറഞ്ഞു. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഈ സീസണിലെ സേവനം സൗദിയിൽ ആരംഭിച്ചതായി അംബാസിഡറും അറിയിച്ചു. ഇന്ത്യയിൽ നിന്നായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് സീസണിലേക്കുള്ള ആദ്യ സംഘം തീർത്ഥാടകരെത്തിയത്. മദീന വിമാനത്താവളത്തിൽ സൗദി ഗതാഗത മന്ത്രി സ്വാലിഹ് അൽ ജാസിറും ഹജ്ജ് ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് മഷാത്തും ഇന്ത്യൻ അംബാസിഡറും കോൺസുൽ ജനറലും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിച്ചു. We were very happy to receive them. The first group was from India. It's the first ever for this Hajj season. ഇന്ത്യൻ ഹജ്ജ് മിഷനും എല്ലാവിധ സംവിധാനങ്ങളോടെയും ഒരുങ്ങിയതായി സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അച്ചാസ് ഖാനും മീഡിയ 1-നോട് പറഞ്ഞു. We are fully ready to
provide the best possible services to our Hajis. The Government of India has sent a very large number of administrative and medical deputationists. All the accommodation has been ready. We are fully prepared to serve our Hajis. ഈ മാസം 21 മുതലാണ് മലയാളി ഹാജിമാർ എത്തുക. സ്വകാര്യ ഗ്രൂപ്പിലുള്ളവർ നേരത്തെ എത്തും. ആദ്യ ദിനം 4000 ഹാജിമാർ. ഇതോടെ ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് മക്ക മദീന നഗരികൾ. ഇനിയുള്ള ദിനങ്ങളിലും സമാന രീതിയിൽ ഹാജിമാർ മദീനയിലേക്ക് ഒഴുകിയെത്തും. ഇവിടെ എത്തുന്ന ഹാജിമാർ മദീന സന്ദർശനം പൂർത്തിയാക്കിയാകും മക്കയിലേക്ക് നീങ്ങുക. മദീന വിമാനത്താവളത്തിൽ നിന്നും നിസാർ അഹമ്മദിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഈ വർഷത്തെ ഹജ്ജ് സീസണിലേക്ക് ആദ്യമെത്തിയ ഇന്ത്യൻ സംഘത്തെ സ്വീകരിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സൗദി ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസർ. മദീനയിൽ ആദ്യ ഹജ്ജ് സംഘത്തെ സ്വീകരിച്ച ശേഷം മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജിനായി മുഴുവൻ മന്ത്രാലയങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിക്കുകയാണ്. സൗദിയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും തീർത്ഥാടകരെ സ്വീകരിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. Sir, thank you very much for joining with us. So this is the first flight for this Hajj season. So how do you evaluate this moment? Well, actually, it's the feeling of the Hajis. You know, they come with a smile, with the emotions. So we were very happy to receive them. The first group was from India. It's the first ever for this Hajj season. And it's the custodian of the two holy mosques and His Royal Highness the Crown Prince instructions to provide the utmost and best service for the Hajis. All the government entities, operating entities work together to make sure that we provide the best experience for the Hajis to perform their Hajj with the ease and with best service. So this year, transport ministry is also well prepared for this season, right? Okay, the preparation starts the first day after the previous season, and all the entities plan their activities. Today it's the implementation phase, the arrival of the first flight. We are very excited and we're happy to see the smile on the faces of the Hajis, and we look forward that they, inshallah, their Hajj and prayers get accepted and they have the best experience, inshallah. Thank you very much. Thank you. ഹജ്ജിന് മുന്നോടിയായി സൗദിയിലെ മലയാളി വോളണ്ടിയർ സംഘങ്ങളും സജീവമായി. മദീനയിൽ ആദ്യ സംഘം ഹാജിമാരെത്തിയതോടെ സേവന പാതയിലാണ് മലയാളി സംഘടനകൾ. ഏറ്റവും വലിയ സേവന സംഘമായ KMCCയുടെ ഹജ്ജ് സേവന പ്രവർത്തനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം വിവിധ സംഘടനകളും സേവനം സജീവമാക്കി. ആദ്യ സംഘം ഹാജിമാരെത്തിയതോടെ സജീവമാവുകയാണ് മലയാളി സന്നദ്ധ സംഘടനകൾ. KMCCയുടെ ഹജ്ജ് സേവന പ്രവർത്തനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. നാലായിരത്തോളം വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. അതിൽ ഈ വോളണ്ടിയേഴ്സൊക്കെ തന്നെ KMCCയുടെ പ്രവർത്തകന്മാരാണ്. അവരുടെ ഭാര്യമാരും സേവനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ കുടുംബം തന്നെ ഇപ്പോൾ ഹജ്ജിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം ആളുകൾ വരുന്ന ദിവസം തൊട്ട് അവസാനത്തെ തീർത്ഥാടകനും പോകുന്നത് വരെ എവിടെയെല്ലാം സഹായം വേണമോ ആ സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കാലത്ത് വലിയ പങ്ക് ഇവർ നിർവഹിച്ചിട്ടുണ്ട്. എവിടെയും ഒരു ആവശ്യക്കാരന് KMCCക്കാരന് കിട്ടാതിരിക്കില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് വലിയൊരു ചരിത്രം തന്നെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. വിപുലമായ പ്രവർത്തനങ്ങളാകും KMCCക്ക് കീഴിൽ ഇത്തവണയും നടക്കുകയെന്ന് KMCC നേതാവ് കുഞ്ഞിമോൻ കാക്കിയ അറിയിച്ചു. രണ്ടര മാസക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനത്തിനാണ് സൗദി KMCC തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ വർഷം 4000-ഓളം വളണ്ടിയർമാരെയാണ് സൗദി KMCC മക്കയിലും മദീനയിലും
അതുപോലെ തന്നെ അറഫയിലും മീനയിലും പരിശുദ്ധ ഹറമുകളുടെ പരിസരത്തൊക്കെ വിന്യസിപ്പിക്കുന്നത്. ഹാജിമാർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സൗദി KMCCയുടെ മുഴുവൻ വളണ്ടിയർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യ വ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലെത്തിപ്പെടുന്ന മുഴുവൻ ലക്ഷോപലക്ഷം ഹാജിമാർക്കും സേവനത്തിന് തയ്യാറായിട്ടാണ് നമ്മുടെ വളണ്ടിയർമാർ നിലകൊണ്ടിട്ടുള്ളത്. RSCയും ICFും ഇത്തവണ സംയുക്തമായാണ് ഇറങ്ങുന്നത്. 5000-ഓളം പേരെ സംഘടന സേവനത്തിനിറക്കും. മെഡിക്കൽ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് മെഡിക്കൽ വിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് കംപ്ലൈൻറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി സെല്ലും ഇൻഫർമേഷൻ സെൻറ്ററും നാട്ടിലുള്ള ഹാജിമാരുടെ ബന്ധുക്കൾക്ക് നേരിട്ട് വളണ്ടിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും വീൽ ചെയർ ആവശ്യമുള്ള ആളുകൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സന്നദ്ധരായിക്കൊണ്ടാണ് ഈ വർഷം ICF RSC ഹജ്ജ് വോളണ്ടിയർ കോർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. വിക്കായക്ക് കീഴിലും സേവനം തുടങ്ങിക്കഴിഞ്ഞു. മലയാളി ഹാജിമാർ വരുന്ന സമയത്ത് ഹറമിന് ചുറ്റുഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ചരിത്ര വിശകലനങ്ങൾ നടത്തി രാവിലെയാണത് ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. മറ്റ് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിക്കായുടെ ഒരു സന്നദ്ധ സേവനത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയോടുകൂടെയാണ് നമ്മളിവിടെ മദീനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മ ഹജ്ജ് വെൽഫെയർ ഫോറം ഇത്തവണയും രംഗത്തുണ്ട്. ഹജ്ജ് സമയത്ത് വരുന്ന പേഷ്യൻറ്റുകൾക്ക് അവർക്ക് മരുന്നും വൈദ്യസഹായം, അതുപോലെ തന്നെ വീൽ ചെയറിൽ വരുന്ന ഹാജിമാർക്ക് അവർക്ക് വീൽ ചെയറിൽ നമ്മൾ റൗളയിൽ കൊണ്ട് അവരെ സിയാർത്ത് ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന ഹാജിമാരെ നമ്മൾ കണ്ടെത്തി അവരെ റൂമിലാക്കുന്നത്, ഗവൺമെൻറ്റിൽ വരുന്ന ഹാജിമാർക്ക് ഹോട്ടലുകൾ അറിയില്ല, അവർക്ക് ഫുഡ് കിട്ടാൻ വിഷമമുള്ളിടത്ത് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ഫുഡിൻ്റെ സംവിധാനം എത്തിക്കുന്ന, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഹജ്ജിന് ശേഷമാണ് മലയാളി ഹാജിമാർ മദീനയിലേക്ക് എത്തുക. ഇവർക്കും സംഘടനകളുടെ സേവനം സജീവമായി ലഭ്യമാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മദീന. വാർത്തയിലേക്ക്. കേരള ഹയർ സെക്കൻഡറി +2 പരീക്ഷയിൽ ഗൾഫിൽ 88.03% വിജയം. 81 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ഗൾഫിൽ UAE-യിലെ 8 സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നടന്നത്. UAE-യിലെ 8 സ്കൂളുകളിൽ നിന്ന് 574 പേരാണ് കേരള ഹയർ സെക്കൻഡറി +2 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരിൽ 568 പേർ പരീക്ഷ എഴുതിയപ്പോൾ 500 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 88.03%. 81 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി മികവ് കാട്ടി. 124 പേർ പരീക്ഷ എഴുതിയ അബുദാബി മോഡൽ സ്കൂളിൽ എല്ലാവരും പാസ്സായി. 38 പേർ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കി. ഇവിടെ 125 പേർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരാൾ പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ല. 43 പേർ പരീക്ഷ എഴുതിയ ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ 100 മേനി വിജയം കൊയ്തു. ഇവിടെ 9 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+ ഉണ്ട്. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ 109 പേരിൽ 108 പേർ പാസ്സായി. 26 പേർ ഫുൾ A+ നേടി വിജയിച്ചു. റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂളിൽ പരീക്ഷ എഴുതിയ 62 പേരിൽ 50 പേർ വിജയം നേടി. 74 പേർ പരീക്ഷ എഴുതിയ ഉമ്മുൽ ഖുവൈൻ ദി ഇംഗ്ലീഷ് സ്കൂളിൽ 59 പേർ പാസ്സായി. 2 പേർ മുഴുവൻ വിഷയത്തിലും A+ നേടി. ഫുജൈറ ഇന്ത്യൻ സ്കൂളിൽ 50 പേരിൽ 45 പേർ വിജയിച്ചു. 3 പേർ ഫുൾ A+ കരസ്ഥമാക്കി. 104 പേർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ 68 പേർ പാസ്സായി. അലൈൻ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ 23 പേരിൽ 19 പേർ പാസ്സായി. 3 പേർ ഫുൾ A+ഉം കരസ്ഥമാക്കി. മീഡിയ 1, ദുബായ്. ലാഭവിഹിതത്തിൽ വൻ കുതിപ്പുമായി ഇത്തിഹാദ് എയർവേസ്. ലോകത്തെ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ചിറകു പടർത്തിയ ഇത്തിഹാദ് ലാഭവിഹിതത്തിലും മുന്നേറുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കാനും ഇത്തിഹാദ് പദ്ധതി ആവിഷ്കരിച്ചു വരികയാണ്. നടപ്പുവർഷം ആദ്യപാദത്തിൽ 526 ദശലക്ഷം ദിർഹത്തിന്റെ ലാഭമാണ് ഇത്തിഹാദിന് നേടാനായത്. പോയ വർഷം ഇതേ കാലയളവിൽ 59 ദശലക്ഷം ദിർഹം മാത്രമായിരുന്നു ലാഭവിഹിതം. അബുദാബിയുടെ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് സർവീസുകൾ വിപുലീകരിച്ചതും അടുത്തിടെയാണ്. 2023 അപേക്ഷിച്ച് 2024 മൊത്ത വരുമാനത്തിൽ 987 ദശലക്ഷം ദിർഹത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്.
പോയ വർഷം ആദ്യപാദത്തിൽ 4752 ബില്യൺ ദിർഹമായിരുന്നു കമ്പനിയുടെ മൊത്ത വരുമാനം. നടപ്പുവർഷം ആദ്യപാദത്തിലാകട്ടെ ഇത് 5739 ബില്യൺ ദിർഹമായി ഉയർന്നു. 2023 അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 41% വളർച്ച. 42 ലക്ഷം യാത്രക്കാരാണ് ഈ വർഷം ആദ്യത്തെ 3 മാസത്തിനിടെ ഇത്തിഹാദ് എയർവേസ് വിമാനങ്ങളിൽ പറന്നത്. ചരക്കുനീക്കത്തിലും ഇത്തിഹാദ് എയർവേസ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവ് ഉണ്ടാക്കി. വിമാന കമ്പനിയുടെ ചരിത്രത്തിലെ മികച്ച നേട്ടം കൂടിയാണിതെന്ന് ഇത്തിഹാദ് എയർവേസ് സിഇഒ അന്റനോൾഡോ നെവസ് പറഞ്ഞു. മാർച്ച് ആദ്യത്തിൽ റമദാൻ വന്നതും ലാഭവിഹിതത്തിലെ കുതിപ്പിന് കാരണമായ മറ്റൊരു ഘടകമാണ്. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ പ്രൊഫഷണൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഓൺലൈൻ യോഗ്യതാ പരീക്ഷ നടപ്പാക്കാൻ ആലോചന. സാങ്കേതിക പ്രൊഫഷനുകളിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ പുരോഗതിയിലാണെന്ന് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ എഞ്ചിനീയർ ഫൈസൽ അൽ അത്തൽ പറഞ്ഞു. പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെ ഓൺലൈൻ പരീക്ഷകൾ നടത്തുവാനുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചത്. തൊഴിൽ വിസ റിക്രൂട്ട്മെന്റ് നടപടികളിൽ നിയന്ത്രണം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നും അൽ അത്തൽ പറഞ്ഞു. പരീക്ഷകളിലെ പ്രകടനം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റിക്രൂട്ട്മെന്റ്. വർക്ക് പെർമിറ്റ് നൽകുന്നതിന് മുൻപായി അക്കാദമിക് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പരിശോധിക്കും. കുവൈത്തിൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ ഗണ്യമായ വർധനയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ സമയത്ത് താപനില 36 ഡിഗ്രി മുതൽ 38 ഡിഗ്രി സെൽഷ്യസിനിടയിലേക്ക് ഉയരാം. രാത്രി 25 മുതൽ 27 ഡിഗ്രി പരിധിയിലേക്ക് കുറയും. വെള്ളിയാഴ്ച അസ്ഥിരമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിനിടയിൽ കനത്ത ചൂട് അനുഭവപ്പെടും. ശനിയാഴ്ചയും ചൂട് കൂടിയ നിലയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. ഏപ്രിൽ മാസത്തിൽ 1.1 ദശലക്ഷം യാത്രികരെത്തിയെന്നാണ് കണക്ക്. സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. 11% വർധന. വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 13%, കാർഗോ നീക്കത്തിൽ 10% വർധന ഉണ്ടായതായി വ്യോമയാന സുരക്ഷാ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ റാജി പറഞ്ഞു. 5,64,638 യാത്രക്കാർ കുവൈത്തിലെത്തിയപ്പോൾ 6,18,242 യാത്രക്കാർ കുവൈത്തിൽ നിന്നും പുറപ്പെട്ടു. 10,113 വിമാനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ സർവീസ് നടത്തിയത്. ദുബായ്, കെയ്റോ, ജിദ്ദ, ഇസ്താംബുൾ, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് യാത്രക്കാരുടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. കുവൈത്തിൽ 5 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾക്ക് ടെൻഡർ അനുമതി നൽകി ഓഡിറ്റ് ബ്യൂറോ. വൈദ്യുത ജല മീറ്ററുകൾ സ്മാർട്ടാക്കുന്ന 2ാം ഘട്ട പദ്ധതി വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അനുമതി നൽകിയത്. രാജ്യത്തെ മെക്കാനിക്കൽ മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതി 2021 ആരംഭിച്ചത്. വൈദ്യുതി ദുരുപയോഗം കുറയ്ക്കുന്നതിനൊപ്പം വൈദ്യുതി ചാർജ് യഥാസമയം ലഭ്യമാക്കാനും പദ്ധതി സഹായകമാകുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. വൈദ്യുതി വിതരണവും ജലവിതരണവും പൂർണ്ണമായും ഡിജിറ്റൈസ് ആക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതോടെ കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ് ടീമിന് നേരിട്ട് അലേർട്ടുകൾ സ്വീകരിക്കുവാൻ കഴിയും. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ മിഡിൽ ഈസ്റ്റിലെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ ലീഡേഴ്സ് പട്ടികയിൽ ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽമീർ ഇടം പിടിച്ചു. പട്ടികയിൽ 4ാം സ്ഥാനമാണ് അദ്ദേഹത്തിന്. ഖദാറ ഹോസ്പിറ്റാലിറ്റി സിഇഒ നാസർ മദാർ അൽ കുവാരി 14ാം സ്ഥാനത്തുണ്ട്. അൽ റയാൻ ടൂറിസം കമ്പനിയുടെ സിഇഒ താരിഖ് അൽ സയീദാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റൊരു ഖത്തർ പൗരൻ. സൗദിയിലെ അസീറിൽ ഇന്ത്യൻ പ്രവാസിക്ക് വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സുഹൃത്തായ മറ്റൊരു ഇന്ത്യക്കാരനെ മർദ്ദിച്ച് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ജമാലുദ്ദീൻ ഖാൻ താഹിർ ഖാൻ എന്ന ഇന്ത്യക്കാരനെയാണ് ഇന്ന് സൗദിയിലെ അസീർ മേഖലയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. തന്റെ സുഹൃത്തും ഇന്ത്യക്കാരനുമായ മുഹമ്മദ് നൌഷാദ് ഖാൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. മുഹമ്മദ് നൌഷാദ് ഖാൻ എന്ന സുഹൃത്തിനെ പ്രതി മർദ്ദിച്ചവശനാക്കി കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു. കിണറ്റിൽ വീണ മുഹമ്മദ് നൌഷാദ് ഖാൻ മുങ്ങി മരിച്ചുവെന്നാണ് കേസ്. സംഭവത്തിന് പിറകെ പ്രതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. കീഴ്ക്കോടതി വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചു. ഇതോടെ വധശിക്ഷ നടപ്പിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയായിരുന്നു. നിരപരാധികളെ ആക്രമിക്കുകയോ അവരുടെ രക്തം ചൊരിയുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.
ഓൺലൈനിൽ ഹോട്ടൽ മുറി എടുക്കുന്നവരിൽ നിന്ന് ഒക്യുപ്പൻസി സർവീസ് ഫീയായി പ്രതിദിനം 3 ദിനാർ ഈടാക്കുന്നത് 6 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന നിർദ്ദേശം പാർലമെന്റിലെ ഭൂരിപക്ഷം എംപിമാർ തള്ളി. ഈ മാസം 1 മുതലാണ് പുതിയ ഫീസ് നിലവിൽ വന്നത്. ഫെബ്രുവരിയിലെ ഔദ്യോഗിക ഗസറ്റിൽ ടൂറിസം മന്ത്രിയാണ് ഫീസ് പ്രഖ്യാപിച്ചത്. ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നാളെ തുടക്കം. ഖത്തർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ രക്ഷാകർതൃത്വത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. ഖത്തർ സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹമദ് അൽത്താനി, ഒമാൻ സാംസ്കാരിക കായിക മന്ത്രി സയ്യദ് ദി ഹസാൻ ബിൻ ഹൈതം അൽ സയ്യിദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെയ് 18 വരെ പുസ്തകപ്രേമികൾക്ക് വേദി സന്ദർശിക്കാം. 42 രാജ്യങ്ങളിൽ നിന്നായി 515 പ്രസാധകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. വിജ്ഞാനത്തിലൂടെ നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നു എന്നതാണ് 33ാമത് ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ പ്രമേയം. ഇത്തവണ ഒമാനാണ് പ്രത്യേക അതിഥി രാജ്യം. വെള്ളിയൊഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് പുസ്തകോത്സവ വേദിയിലേക്ക് പ്രവേശനം. ഇന്ത്യയിൽ നിന്ന് IPH-ന് ഇത്തവണയും സ്റ്റാളുണ്ട്. മീഡിയ 1 ദോഹ. അബൂദബി രാജകുടുംബാംഗം ഷെയ്ഖ് ഹെസ ബിൻ സുൽത്താൻ ബിൻ സായിദ് അൽ നഹ്യാൻ അന്തരിച്ചു. കുതിരയോട്ട രംഗത്ത് പ്രശസ്തനായ ഹെസ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരപുത്രനാണ്. അൽ ബത്തീൻ ഖബർസ്ഥാനിൽ നടന്ന ഖബറടക്ക ചടങ്ങിൽ ഭരണരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള ടൂറിസം സാധ്യതകൾ സഞ്ചാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ കേരളത്തിന്റെ സാന്നിധ്യം വട്ടപൂജ്യം. ഇന്ത്യൻ പവലിയനിലോ പുറത്തോ കേരളത്തിന് ഇത്തവണ സ്റ്റാളുകളില്ല. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇന്ത്യൻ പവലിയനിൽ എവിടെയും ലോകമുറ്റുനോക്കുന്ന കേരളത്തിലെ ടൂറിസം സ്പോട്ടുകൾ ഒന്നുപോലുമില്ല. കർണാടകയും ഗോവയും മധ്യപ്രദേശുമെല്ലാം പ്രത്യേക സ്റ്റാൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ കേരളം നിരാശപ്പെടുത്തുകയാണ്. കേരളത്തിലെ ആയുർവേദ സാധ്യതകളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചെത്തിയവരും കടുത്ത നിരാശയിലാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ദുബായിൽ നിന്നും ഒമാനിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ വരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു വിഷമമുണ്ടാക്കിയ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പവലിയൻ ഇല്ലാത്തത്. നമുക്കൊരുപാട് കസ്റ്റമേഴ്സിനെ കേരളത്തിലേക്ക്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. മലേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, നേപ്പാൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾ, ഈവൻ ഗോവ ഇവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്, ഉത്തർപ്രദേശ് ഇട്ടിട്ടുണ്ട്, രാജസ്ഥാൻ്റെ സ്റ്റാളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പവലിയൻ ഇല്ലാത്തത് നമുക്കൊരു വിഷമം ഉളവാക്കുന്നതാണ്. ഒരു 10-15 വർഷമായിട്ട് സ്ഥിരം ഏറ്റുമിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഈ ദുബായിലെ ഏറ്റവും കൂടാതെ ജർമ്മനിയിലും ITB ഉണ്ട്, ലണ്ടനിലെ WTM ഉണ്ട്. അവിടെയെല്ലാം കേരള ടൂറിസം വർഷങ്ങളായിട്ട് ആയുർവേദം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഹിൽ റിസോർട്ട്സ്, വെൽനസ് റിസോർട്ട്, ബീച്ച് റിസോർട്ട്സ്, എല്ലാ ടൂറിസം പ്രൊഡക്ട്സും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വർഷം കേരള ടൂറിസ്റ്റിന് ഒരു പവലിയനില്ല. അതുപോലെ തന്നെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പല പ്ലേയേഴ്സും എക്സിബിറ്റേഴ്സ് ഇത്ര വന്നിട്ടില്ല. ഒരു പക്ഷെങ്കിൽ അടുത്ത കാലത്ത് ഏറ്റുമിൽ ഏറ്റവും നന്നായിട്ട് ആൾക്കാർ വരുന്ന ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായ ഒരു ഇവൻ്റാണ് ഈ വർഷത്തെ ATM. മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ നിന്ന് ഏറ്റവും അധികം ട്രാവലേഴ്സ് വരുന്ന ഒരു രാജ്യമായ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ പവലിയനോട് ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വരും വർഷങ്ങളിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വന്തം ഒരു പവലിയൻ ഉണ്ടാക്കി കേരള ടൂറിസം പ്രൊമോഷന് കൂടുതൽ പ്രാധാന്യം നൽകണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും പിന്നീട് ഞങ്ങളുണ്ടാകും. അയോധ്യയിലെ രാമക്ഷേത്രം വരെ ടൂറിസം കേന്ദ്രമായി ഉത്തർപ്രദേശ് അവതരിപ്പിക്കുന്ന വേദിയിലാണ് നിറയെ സാധ്യതകളുള്ള കേരളത്തിന്റെ അസാന്നിധ്യം. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബത്തോടൊപ്പം ദുബൈയിലെത്തിയ സമയത്ത് നടക്കുന്ന ആഗോള ട്രാവൽ ആൻഡ് ടൂറിസം മേളയിലാണ് കേരളം ഇങ്ങനെ അവഗണന നേരിടുന്നത്. മീഡിയ 1 ദുബായ്. സംവിധായകൻ ബ്ലസിക്ക് UAE ഗോൾഡൻ വിസ. ദുബൈയിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ആസ്ഥാനത്ത് സ്ഥാപന CEO ഇക്ബാൽ മാർക്കോണിയിൽ നിന്ന് ബ്ലസി UAEയുടെ ദീർഘകാല വിസ ഏറ്റുവാങ്ങി. നിരവധി ഇന്ത്യൻ സിനിമാ രംഗത്തെ പ്രതിഭകൾക്ക് ഗോൾഡൻ വിസ ലഭ്യമാക്കാൻ മുന്നിൽ നിന്നതും ECH ഡിജിറ്റൽ സ്ഥാപനമാണ്. UAEയുടെ ആദരവിന് സംവിധായകൻ ബ്ലസി നന്ദി പറഞ്ഞു. ദുബൈയിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു.
കുവൈത്തിലെ സാൽമിയയിൽ കെട്ടിടത്തിന് തീപിടിച്ചത് അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രിച്ചു. കെട്ടിടത്തിലെ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജനറൽ ഫയർഫോഴ്സിന്റെ ആക്ടിംഗ് ചീഫ് മേജർ ജനറൽ ഖാലിദ് അബ്ദുള്ള ഫഹദിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ആർക്കും കാര്യമായ പരിക്കുകളൊന്നും ഏൽക്കാതെ വൈകാതെ തീയണച്ചതായി അഗ്നിശമന സേന അറിയിച്ചു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ശുദ്ധജല പദ്ധതി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ പാതാരിയിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. സോഷ്യൽ പ്രൊജക്ടിന്റെ കീഴിൽ KKMA നിർമ്മിച്ചു നൽകുന്ന 25ാമത്തെ കിണറാണിത്. KKMA സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മേലടി പദ്ധതി വിശദീകരിച്ചു. H അലിക്കുട്ടി ഹാജി, UA ബക്കർ എന്നിവർ സംസാരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയത് മൂലം മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കി ICF ഒമാൻ. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ രാവിലെ മുതലുള്ള വിമാനങ്ങളിൽ നാട്ടിലേക്ക് പോകാനെത്തിയവരാണ് സർവീസുകൾ മുടങ്ങിയത് മൂലം വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. മസ്കത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ പലരും വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും ദൂരദിക്കുകളിൽ നിന്നും എത്തിയവർ ഭൂരിഭാഗവും വിമാനത്താവളത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും തുടർന്ന് താമസ സൗകര്യങ്ങളും ICF ഒമാൻ നാഷണൽ കമ്മിറ്റിക്ക് കീഴിൽ ഏർപ്പെടുത്തി നൽകി. ചിലർക്ക് സലാം എയർ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ പകരം ടിക്കറ്റുകൾ ICF നൽകുകയും ചെയ്തു. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ മെഗാ ലോഞ്ചിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം പ്രസിഡന്റ് നിഹാദ് അലിയുടെ അധ്യക്ഷതയിൽ മെജസ്റ്റിക് ഉപദേശക സമിതി ചെയർമാൻ അഷ്റഫ് ചിറക്കൽ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനായി ഹൈദർ ചുങ്കത്തറയും ജനറൽ കൺവീനറായി നിഹാദ് അലിയെയും തെരഞ്ഞെടുത്തു. ഈ മാസം 30-31 തീയതികളിലായി ഹാൾ മിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് മെഗാ ലോഞ്ച് നടക്കുന്നത്. നാട്ടിൽ നിന്നുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ബഹ്റൈനിൽ 2 പ്രവാസി വനിതകൾക്ക് സമാശ്വാസവുമായി പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗവുമായ വെൽകെയർ. ജോലിയും വരുമാനവും ഇല്ലാതെ പ്രയാസപ്പെട്ട ഗാർഹിക തൊഴിലാളികളായ കോഴിക്കോട് സ്വദേശിനിക്കും ഹൈദരാബാദ് സ്വദേശിനിക്കും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടായ്മ യാത്രാ ടിക്കറ്റുകൾ നൽകി. മെഡ്കെയർ കോർഡിനേറ്റർ അനസ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രവാസി മിത്ര അംഗങ്ങളായ സബീന, അബ്ദുൽ ഖാദർ, അസ്ര അബ്ദുള്ള എന്നിവർ ടിക്കറ്റുകൾ ഏറ്റുവാങ്ങി. വേൾഡ് മലയാളി കൗൺസിൽ സൗദി അൽ ഖോബാർ ഘടകം ഗസൽ നൈറ്റ് സംഘടിപ്പിക്കുന്നു. മമ്മക്കിനാക്കൾ കോർത്ത് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന ഗസൽ സന്ധ്യയിൽ റാസ ബീഗവും ഗ്രൂപ്പും പങ്കെടുക്കും. പരിപാടിയുടെ ഫ്ലയർ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. വ്യവസായി അബ്ദുൽ മജീദ് ബദറുദ്ദീൻ പ്രകാശനം നിർവഹിച്ചു. പ്രവിശ്യയിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്തുള്ളവർ സംബന്ധിച്ചു. സൗദി അൽ ഹസ KMCC പൊതുയോഗം സംഘടിപ്പിച്ചു. സൗദിയിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയയ്ക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. അഷ്റഫ് ഗസാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാസർ പാറക്കടവ്, സുൽഫി കുന്നമംഗലം, നാസർ CP എന്നിവർ നേതൃത്വം നൽകി.